നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫലൂഡയാണ്. ഫലൂഡ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്കതിന് ജെൽ തയ്യാറാക്കിയെടുക്കുക. ഞാനിവിടെ റാസ്ബെറി ഫ്ലേവറിലുള്ള ജെല്ലാണ് ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 1 കപ്പ് ചൂടുവെള്ളം 1 കപ്പ് തണുത്ത വെള്ളമാണ് ആവശ്യം. ഞാനിപ്പോൾ ഈ പാക്കറ്റിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് 1/2 കപ്പ് ചൂടുവെള്ളം 1/2 കപ്പ് തണുത്ത വെള്ളം എടുക്കാം. പാക്കറ്റ് പൊട്ടിച്ച് ഇതിൻ്റെ പകുതി മാത്രം എടുക്കാം. ആദ്യം ചൂടുവെള്ളം ഒഴിക്കുക, 1/2 ഗ്ലാസ്. ഒന്നിളക്കി കൊടുക്കുക. ഇനി 1/2 കപ്പ് തണുത്ത വെള്ളം ഒഴിക്കുക. ഒന്നലിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഇത് നല്ലപോലെ തണുത്ത് ജെല്ലായി വന്നിട്ടുണ്ട്. ഇതിൽ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ജെല്ലായിട്ട് വരും. നമുക്ക് ഇതിലോട്ട് വെർമിസെലി ഒന്ന് വേവിച്ച് ഊറ്റിയെടുത്ത് അതിൽ പഞ്ചസാരയിട്ട് തണുപ്പിച്ചെടുക്കുക. ഫലൂഡ സേവ് ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് ഫലൂഡ സീഡ് എടുത്തിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ് ഫലൂഡ സീഡിൽ വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തത്. നല്ല നീളമുള്ള ഗ്ലാസ് എടുക്കാം. അതിലോട്ട് നമുക്ക് ഫലൂഡ സെറ്റ് ചെയ്യാം. ഇത് ജെല്ലി ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി വെർമിസെലി ഇട്ട് കൊടുക്കാം. ഇത് വേവിച്ച് പഞ്ചസാരയും ചേർത്ത് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ബേസൽ സീഡ് ഇട്ട് കൊടുക്കുക. അരികെ ചേർത്തിട്ട് കൊടുക്കണം, എന്നാലേ ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റൂ. ഇനി തണുപ്പിച്ച സ്ട്രോബെറി മിൽക്ക് ചേർക്കാം. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ തണുത്ത പാലായാലും മതി. ഇനി ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിവിടെ ഫ്രൂട്ട്സിനായിട്ട് മാങ്ങ, പഴം, മുന്തിരി ഇത് പഞ്ചസാര ചേർത്തിളക്കി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇതും ചേർത്ത് കൊടുക്കാം. ഇനി ഉണക്ക മുന്തിരി ചേർക്കാം. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് ഐസ്ക്രീം ചേർക്കാം. ഇനി അരികെ ചേർത്ത് നമുക്ക് ബേസിൽ സീഡും കൂടെ ചേർക്കാം. നട്ട്സ് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഫ്രൂട്ട്സ് ചേർക്കാം. ഇനി വീണ്ടും ഐസ്ക്രീം ചേർക്കാം. ഐസ്ക്രീം നമുക്ക് ഏത് ഫ്ലേവറിലുള്ളത് എടുക്കാം. 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീം എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നു. വീണ്ടും വെർമിസെലി ചേർത്ത് കൊടുക്കാം.
ആവശ്യാനുസരണം ജെല്ലും ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഐസ്ക്രീം ചേർക്കാം. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സിറപ്പോ ഏതുതരം സിറപ്പ് നമ്മുടെ കയ്യിലുള്ളത് ചേർക്കാം. എൻ്റെ കയ്യിൽ ബട്ടർ സ്കോച്ചിൻ്റെ സിറപ്പാണുള്ളത്, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നു മാത്രം. കുറച്ച് ജെല്ലും നട്ട്സും കൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫലൂഡ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.